ഹായ് ഹലോ, ഇതാണ് മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ചെന്തേര്. പണ്ട് പ്ലെയിനറൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെന്തേരാണിത്. തടി മിനുസപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യം തടി കൊണ്ടുണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റെഡിമെയ്ഡായിട്ട് ഇരുമ്പിൻ്റെ വാങ്ങിക്കാൻ കിട്ടും. ഇത് സ്മൂത്തായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഇത് അതിലും ചെറുത്. മൂലയൊക്കെ ഇങ്ങനെ ഇടാൻ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സാധനമാണിത്. ബ്ലേഡ് ഇതിങ്ങനെ ഇടുക, സ്പൂള് ഇത് വയ്ക്കുക, ഒക്കെ ആവശ്യത്തിന് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ നോക്കി ഉള്ളി ചാഞ്ഞ നേരെയാക്കുക. ഇപ്പോൾ ടൈറ്റായിട്ടുണ്ടാവും. അരിവ് ചൂവാക്കാൻ ഉള്ള ചെന്തേരാണ്. കൂടുതൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ പുളി മുട്ടി വെച്ച് കൂടുതൽ ടൈറ്റ് ചെയ്യണം. നൈസായിട്ട് പിടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടി കഴിഞ്ഞാൽ ഉളി നേരെ മുകളിലേക്ക് പതുക്കായിട്ട് ചെറുതായിട്ട് കയറിപ്പോരും. അങ്ങനെ നൈസായിട്ട് പിടിക്കാം. കൂടുതൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ അടിച്ച് താഴത്തേക്ക് കാത്തണം. ഉളിയുടെ അടിയാണെന്നുണ്ടെങ്കിൽ ഉളിയുടെ വായത്തിലേക്ക് ചെറുതായിട്ടൊന്ന് അടത്തി വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ പുളിയില്ല, നൈസായിട്ട്. ഇപ്പം ഈ പ്ലെയിനറൊക്കെ വന്നേ പിന്നെ ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ പ്ലെയിനറൊക്കെ വന്നേ പിന്നെ കഥക് ഫിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ മാത്രം എൻ്റെ അരിയൊക്കെ ഒന്ന് ചാച്ചു വരുമ്പോൾ വേണ്ടി മാത്രം ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ആ കഥകൊക്കെ ചാച്ചുരുമി കഥകിൻ്റെ സൈഡ് ലെവലാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഈ കാണുന്ന രീതിയിൽ കഥക് നമുക്ക് ചിന്തേരി വെച്ചിട്ട് കഥകിൻ്റെ ആ സൈഡ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചിന്തേരിട്ടെടുക്കാം. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാൽ മതിയെന്ന് തോന്നുമെങ്കിലും അതിനൊരു തഴക്കവും പിന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ, അതായത് നമ്മളെ ചെയ്ത എക്സ്പീരിയൻസും ഒക്കെയാണ് ചിന്തേരിടാനായിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പം കൈ പിടിച്ചേക്കുന്ന രീതി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കഥകിൻ്റെ സൈഡിൽ കൂടെ വിരൽ ഓടിക്കും. അപ്പോൾ ഒരു കാരണവശാലും ചിന്തേരി ചെരിയുകയോ അല്ലെങ്കിൽ കൂടുതൽ കയറി പോവുകയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതാണ് അതിൻ്റെ ഒരു തഴക്കം എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഇരുന്നും ചെയ്യാം. പിന്നെ ചിന്തേൻ്റെ സൈഡിൽ ഒരു വളവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നേരത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തയിലിടുമ്പോൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുന്ന് ആ വളവിലൊരു കമ്പി വെച്ച് ഇവിടെ നിന്ന് വലിക്കുകയും കൂടെ കൂടി ചെയ്യും. ഒരാൾ തള്ളുമ്പോൾ മറ്റേ ആൾ ഇവിടെ നിന്ന് വലിക്കുകയും കൂടി ചെയ്യാണ് ചിന്തയിലിടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ ഇതുപോലെ വുഡ് വർക്കിംഗ് റിലേറ്റഡ് ആയിട്ട് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.